ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് നവംബർ 14 ശിശുദിനമാണ് അല്ലെ, കുട്ടികളുടെ ദിവസം. അപ്പൊ കുട്ടികളുടെ ദിവസം എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള കുട്ടികളും ഒന്ന് ഉണരില്ലേ? എന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു കുട്ടി കൂടെ ഉണ്ടാവും. അതേപോലെ തന്നെ കുട്ടിക്കാലത്തിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇടയ്ക്കെങ്കിലും ഓർക്കാറുണ്ട് അന്ന് കുട്ടിയായിരുന്നെങ്കിലെന്ന്. കാരണം കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ നിറങ്ങളുടെ കാലമാണ് അല്ലെ. നിറങ്ങളും സന്തോഷവും ചിരിയും കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞ് ഉല്ലസിച്ച് നടക്കുന്ന ഒരു കാലമാണ്. ഒരുപാട് ടെൻഷൻസ് ഒന്നും ഇല്ലാതെ നടക്കുന്ന കാലം. ടെൻഷൻസ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ, നമ്മുടെ പരീക്ഷയ്ക്ക് മാർക്ക് കുറയോ, അമ്മ അടിക്കുകയോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ടെൻഷൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യമായ ടെൻഷൻസ് കുട്ടിക്കാലത്ത് ഉണ്ടാവില്ല അല്ലെ. അങ്ങനെ നല്ല നിറങ്ങളും സന്തോഷവും പൊട്ടിച്ചിരികളൊന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെ കുറിച്ച് നമുക്ക് ഇനി ചിന്തിക്കണം. അവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണും. ഇതിനകം തന്നെ പീഡിയാട്രിക് ക്യാൻസർ ബാധിച്ച ഒരു പറ്റം കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് രൂപം കൊണ്ടിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് ഹോപ്പ് ചൈൽഡ് ക്യാൻസർ കെയർ ഫൗണ്ടേഷൻ എന്നാണ് മുഴുവൻ പേര്. 2016 കാലിക്കറ്റിലാണ് അതിന് തുടക്കം കുറിച്ചത്. ഇപ്പോൾ പല സ്ഥലത്തും ഹോപ്പിന്റെ ശാഖകൾ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ ചികിത്സയും മാനസികമായുള്ള പിന്തുണയും അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹോപ്പിന്റെ പുറകിൽ ഒരുപാട് നല്ല മനുഷ്യരുടെ കൂട്ടായ്മയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഹോപ്പിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ ചികിത്സയും എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്ന, എപ്പോഴും കൂടെയുള്ള ഡോക്ടേഴ്സ്, 24 മണിക്കൂറും കെയർ കൊടുക്കുന്ന നഴ്സസ്, വോളണ്ടിയേഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ്, കൗൺസിലേഴ്സ്. അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റുന്ന കുട്ടികളായിരിക്കില്ല. അവർക്ക് പ്രശ്നങ്ങളും വേദനകളും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ടീച്ചേഴ്സ്, എല്ലാ കാര്യത്തിനും ഓടി നടക്കുന്ന കെയർ ടേക്കേഴ്സ്. അങ്ങനെ ഒരുപാട് നല്ലൊരു മനുഷ്യരുടെ കൂട്ടായ്മയാണ് ഈ ഹോപ്പ് എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ. കൂടെ ഉണ്ടാവും, മക്കളുടെ കൂടെ. അപ്പോൾ ഹോപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഒരു എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും. അതായത് ഹോപ്പിന്റെ ഫൗണ്ടർ ഹാരിസിക്കയുടെ വൈഫ് സുഹൃതയാണ് നമ്മുടെ കൂടെ വരാൻ പോകുന്ന ഗസ്റ്റ്. അപ്പൊ സുഹൃതയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഹോപ്പ് എങ്ങനെ സ്ഥാപിച്ചു, എങ്ങനെയാണ് ഇതിന്റെ ജനനം, എന്തുകൊണ്ടാണ് ഇതിനുള്ളൊരു പ്രേരണ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സുഹൃതയോട് ചോദിച്ച് മനസ്സിലാക്കാം. കാരണം സുഹൃതയ്ക്ക് പറയാൻ പറ്റുന്ന പോലെ വേറെ ആർക്കും ഹോപ്പിനെ കുറിച്ച് പറയാൻ പറ്റില്ല. കാരണം അത് അനുഭവിച്ചൊരു അമ്മയാണ് സുഹൃത. അപ്പൊ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് സുഹൃതയുടെ ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കാര്യത്തിലോട്ട് വരാം. ഹോപ്പ് ഫൗണ്ടേഷൻ ഹോപ്പ് 2020 ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ കോntest നടത്തുന്നുണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. അതിനെ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് തിരഞ്ഞെടുക്കാം. അതായത് ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ കാറ്റഗറിയാണ്. ആ കുഞ്ഞുങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതായത് പാട്ട് പാടാം, ഡാൻസ് ചെയ്യാം, ചിത്രം വരയ്ക്കാം, അതുപോലെ തന്നെ മിമിക്രി ചെയ്യാം. എന്താ വേണ്ടെന്ന് ചെയ്തോളൂ. അപ്പൊ അത് 1 മിനിറ്റിൽ കവിയാതെ 60 സെക്കൻഡുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ അയച്ചു തരേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ പറയാം. ചെറിയ കുഞ്ഞുങ്ങൾ ഇപ്പൊ എന്ത് കാണിച്ചു കഴിഞ്ഞാലും നമുക്ക് സന്തോഷമായിരിക്കും അല്ലേ. നമ്മൾ പല വീഡിയോസും കാണാറില്ലേ, കുഞ്ഞു മക്കൾ എന്തെങ്കിലുമൊക്കെ പാട്ട് പാടുന്ന കാണുമ്പോൾ നമ്മുടെ മുഖത്ത് അറിയാതെ ചിരി വരും. ആ ചിരി നമ്മൾ ഹോപ്പിലെ മക്കൾക്ക് കൊടുക്കണം. അവർക്ക് അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സന്തോഷമാവും. അപ്പൊ ഒരു ഗിഫ്റ്റ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കാറ്റഗറിയുടെ പേരാണ് ഗിഫ്റ്റ് ഓഫ് ഹോപ്പ് എന്നാണ്. അപ്പൊ അടുത്ത കാറ്റഗറിയാണ് 6 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാറ്റഗറി. ആ കാറ്റഗറിയുടെ പേരാണ് എലക്ടർ ഓഫ് ഹോപ്പ്. എലക്ടർ ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഹോപ്പിലെ മക്കൾക്ക് വേണ്ടിയിട്ട്, അതായത് ഒരു കൂട്ടുകാരിക്കോ ഒരു കൂട്ടുകാരനോ എഴുതുന്ന രീതിയിൽ അവർക്ക് വേണ്ടി ഒരു ലെറ്റർ, അതിലൊരു കുട്ടിക്ക് ലെറ്റർ എഴുതുന്ന പോലെ നിങ്ങളൊരു ലെറ്റർ എഴുതണം, ഒരു കത്ത് എഴുതണം. അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ആവാം, ഒരു വിരോധം ഇല്ല. അപ്പോൾ നിങ്ങൾ തന്നെ സ്വന്തം കൈപ്പടയിൽ, അതായത് കുഞ്ഞുങ്ങൾ തന്നെ എഴുതണം, അച്ഛനമ്മയും സഹായിക്കാൻ പാടില്ല. മക്കൾ എഴുതുന്ന വീഡിയോ നിങ്ങൾ ടൈം ലാപ്സിലിട്ട് എടുക്കുക. അതുപോലെ തന്നെ ലെറ്റർ സ്കാൻ ചെയ്തിട്ട് ഈ 2 സംഭവവും, ലെറ്ററിന്റെ സ്കാൻഡ് കോപ്പിയും അതുപോലെ തന്നെ വീഡിയോന്റെ ടൈം ലാപ്സും നിങ്ങൾ അയച്ചു കൊടുക്കണം. പിന്നെ അടുത്ത കാറ്റഗറിയാണ് 11 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാറ്റഗറി. അവരുടെ കാറ്റഗറിയുടെ പേരാണ് എ വേർഡ് ഓഫ് ഹോപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്കത് കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അല്ലേ. അതായത് നമ്മളുടെ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? ചൈൽഡ്ഹുഡ് ക്യാൻസർ അവയർനെസ്സിനെ കുറിച്ച് 1 മിനിറ്റിൽ കവിയാതെ സംസാരിക്കുക. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ സംസാരിക്കാം, ഒരു വിരോധവും ഇല്ല. നിങ്ങൾ അത് വീഡിയോ എടുത്തിട്ട് അതും ഇതേപോലെ തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കുക. നവംബർ 19 മുതൽ നവംബർ 30 വരെയാണ് നിങ്ങൾ എൻട്രീസ് അയക്കേണ്ട തീയതി. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ പിൻഡ് കമന്റുമായിട്ടും കൊടുക്കാം. ഹോപ്പിന്റെ സോഷ്യൽ മീഡിയ പേജിന്റെ ലിങ്കും അതുപോലെ തന്നെ ഹോപ്പിന്റെ വെബ്സൈറ്റും. അപ്പൊ ഹോപ്പിന്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജ്
പേജിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ ഈ കോൺടെസ്റ്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ അയക്കുന്ന എൻട്രീസ് ഒരു ജൂറി പാനലിലെ മെമ്പേഴ്സ് തെരഞ്ഞെടുത്ത എൻട്രീസ് അവരുടെ സോഷ്യൽ പേജിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിൽ നിന്നാണ് പിന്നെ ഫൈനലിസ്റ്റിനെ തെരഞ്ഞെടുക്കുന്നത്. 3 കാറ്റഗറിയിലായിട്ടാണ് 3 ഫൈനലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള സമ്മാനങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾ വെബ്സൈറ്റിൽ അവർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഹോപ്പിലെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയിക്കുന്നതിനോടൊപ്പം തന്നെ കിൽട്ടൺ സ്പോൺസർ ചെയ്യുന്ന 1 ലക്ഷം വിലമതിക്കുന്ന സമ്മാനങ്ങൾ നമ്മുടെ മക്കൾക്കും നേടാനുള്ള അവസരം വന്നിരിക്കുകയാണ്. അപ്പൊ ഒട്ടും തന്നെ സമയം കളയാതെ മക്കളുടെ അടുത്ത് പറയാ, ഇതുപോലെ ഞാൻ പറയുന്ന 3 കാറ്റഗറിയിൽപ്പെട്ട മക്കളാണെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ട് നിങ്ങൾ സഹായിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ സഹായിക്കുന്നല്ല, ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനും സെൻഡ് ചെയ്യാനൊക്കെ സഹായിക്കുക. അപ്പൊ അതാണ് നമ്മുടെ കോൺടെസ്റ്റിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം. അപ്പോൾ ഈ ഒരു അവസരം എനിക്ക് തന്നതിന്, അതായത് ഹോപ്പിന്റെ കൂടെ പ്രവർത്തിക്കാനും ഹോപ്പിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യാനും എനിക്ക് സാധിച്ചു എന്നത് ഒരു വലിയ പുണ്യമായിട്ട് ഞാൻ കരുതുന്നു. തുടർന്നും ഹോപ്പിന്റെ ഭാഗമാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഹോപ്പിന്റെ സെന്ററിലൊക്കെ വന്ന് കുട്ടികളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം സഹായിച്ചാൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ സമൂഹത്തിൽ ഒരുപാട് കുട്ടികൾ ക്യാൻസർ ബാധിച്ചിട്ട് ശരിയായ രീതിയിൽ ട്രീറ്റ്മെന്റ് കിട്ടാതെ, ശരിയായ രീതിയിൽ പരിചരണം കിട്ടാതെ, അത് മാത്രമല്ല അമ്മമാരും അച്ഛന്മാരും കുട്ടികളുടെ കൂട്ടത്തിൽ കൂടെ തന്നെ ഒക്കെ നഷ്ടപ്പെട്ടു പോയ അച്ഛനമ്മമാരെ കുറിച്ച് ഓർക്കാറുണ്ടോ നിങ്ങൾ? കാരണം നമ്മുടെ മക്കൾക്ക് ഒരു ചെറിയ ജലദോഷമോ പനിയോ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റാറില്ല അല്ലെ? പക്ഷെ ഈ ക്യാൻസർ ബാധിച്ച കുഞ്ഞുങ്ങളുള്ള അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിങ്ങനെ പലരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, സമാധാനമായിട്ട് ഒരു ദിവസമെങ്കിലും ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. കാരണം അവരുടെ ചിന്തകൾ മുഴുവൻ ഈ കുഞ്ഞുങ്ങളുടെ രോഗത്തെ പറ്റിയിട്ടാണ്. എന്റെ കുഞ്ഞ് എപ്പോഴാണെന്ന് ചിരിക്കുക, എന്റെ കുഞ്ഞിന്റെ രോഗം എപ്പോഴാണെന്ന് മാറുക അല്ലെ? നമ്മുടെ ഓരോ അമ്മമാരും ഓരോ അച്ഛന്മാരുടെ ചിന്ത അത് മാത്രമായിരിക്കും. അപ്പൊ അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ചിരിക്കാനുള്ള അവസരമില്ല, കുഞ്ഞുങ്ങൾ വേദനയുടെ ലോകത്തിലോട്ട് ഒതുങ്ങിയിരിക്കുകയാണ്. ആ കുഞ്ഞുങ്ങൾക്ക് നമുക്കൊരു ഹോപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ദയവേത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട്ട് എത്തിക്കുക. അപ്പോൾ ഇതേപോലെ അസുഖം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ കാണുകയാണെങ്കിൽ ഹോപ്പിനെ കുറിച്ച് അറിയാനും അവർക്ക് അവിടെ എത്താനും അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള സാഹചര്യം നമുക്ക് സൃഷ്ടിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ചാരിറ്റി എന്ന് പറയുന്നത് പൈസ കൊടുക്കൽ മാത്രമല്ല, ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഹോപ്പിന്റെ കൂടെ നമുക്ക് പ്രവർത്തിക്കാം. അപ്പൊ എല്ലാവർക്കും നന്ദി. മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.